നമസ്കാരം. നമ്മുടെ ഏഴാം ഭാഗത്തിൽ ഞാൻ ഗുരുനാഥൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ സാറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് മുഴുവനാക്കിയില്ല. അപ്പോൾ അവിടെ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമാണ് എന്നെ ഷഡാധാര പ്രാണവിദ്യ കണ്ടുപിടിക്കാനും അത് പ്രചരിപ്പിക്കാനും പഠിപ്പിക്കാനും ഒക്കെ പ്രേരണ ചെലുത്തിയത് എന്ന് പറയുകയുണ്ടായി. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലെല്ലാം അല്പം വേദന തരുന്ന ചില അനുഭവങ്ങളുണ്ടാവും. അത് പ്രകൃതി നമ്മളെ കൊണ്ട് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിനുള്ള പ്രേരണയായിട്ട് വരുന്നതാണ്. അല്ലെങ്കിൽ ആ വേദനയിൽ നിന്നാണ് അതിനെയാണ് ഈറ്റുനോവ് എന്ന് പറയുന്നത്. വേദനയില്ലാത്ത ഒരു പ്രസവവുമില്ല. വേദനയില്ലാത്ത ഒരു പ്രസവമുണ്ടെങ്കിൽ ആ പ്രസവത്തിൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധവും വളരെ മോശമായിരിക്കും. ഇതേപോലെ പ്രകൃതി നമുക്ക് തരുന്ന വേദനകൾ എല്ലാം തന്നെ നമുക്ക് ഓരോ പാഠങ്ങളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളുടെ സൂചനയാണ്. നിയോഗങ്ങൾ നമ്മോട് പറഞ്ഞു തരുന്നതാണ്. അതേപോലെ എനിക്ക് തുടർച്ചയായിട്ടുണ്ടായ മറ്റുള്ളവരുടെ രോഗം ഏറ്റെടുക്കുക എന്നുള്ള ആ ഒരു ആകസ്മികമായി വന്ന കഴിവ്, അത് ഞാൻ ആഗ്രഹിച്ചിട്ടൊന്നുമല്ല. അങ്ങനെ ഒരു രോഗി വരുന്നു, അയാളെ നോക്കുന്നു, അയാളങ്ങോട്ട് പോകുമ്പോൾ അയാളുടെ രോഗത്തിൻ്റെ ഒരു പകുതി അല്ലെങ്കിൽ മുഴുവനായും അല്ലെങ്കിൽ ഒരല്പഭാഗവും എനിക്ക് കിട്ടുന്നു. ഇത് ഒരു ശല്യമായി മാറിയപ്പോഴാണ് അത് ഒരു ഗുരുനാഥൻ്റെ അടുത്ത് വെച്ച് പറയാൻ തോന്നിയത്. അതും പ്രകൃതി നയിക്കുന്നതാണ്. അവിടെ പറയൂ, അപ്പോൾ നിനക്കതിൻ്റെ സൂചന കിട്ടും. ഇങ്ങനെയാണ് പ്രകൃതിയിൽ ഈശ്വരൻ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഈശ്വരൻ നേരിട്ട് വന്ന് നമ്മളോടൊരു കാര്യവും ഇന്നത് ചെയ്തോ അല്ലെങ്കിൽ ഇന്നതുപോലെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നും പറഞ്ഞു പോകുന്ന കാലം പോയി. ഇങ്ങനെയൊരു കാലം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവസരങ്ങൾ തരും, അനുഭവങ്ങൾ തരും. ആ അനുഭവങ്ങളെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ പഠിക്കുക. എന്നിട്ട് അതിൽ നിന്ന് എന്താണ് പ്രകൃതി ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഈശ്വരൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ സ്വയം കണ്ടെത്തി അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. ഇങ്ങനെ ഒരു ശീലം നമുക്കുണ്ടെങ്കിൽ എല്ലാ കുടുംബങ്ങളും രക്ഷപ്പെടും. അങ്ങനെ ഈ ഗുരുനാഥൻ പറഞ്ഞിട്ടുള്ള ആ വാക്കുകളെ പിന്തുടർന്നാണ് ഞാൻ അഗസ്ത്യ ഗുരുവിനോട് ഒരു ധ്യാനം കഠിനമായി ചെയ്യുകയും ആ ധ്യാന മന്ത്രം പറഞ്ഞു തന്നിട്ടുള്ളത് സിദ്ധവൈദ്യനായിരുന്ന എഡിസൺ വൈദ്യരാണ്. അദ്ദേഹം ദീക്ഷയായിട്ട് തന്ന ഒരു മന്ത്രമായിരുന്നു അത്. ആ മന്ത്രം ഉപാസിക്കുകയും അത് കുറേ കാലം അങ്ങനെ കഴിഞ്ഞു. അതിനിടയ്ക്ക് ഒരുപാട് വളരെ ദുഃഖകരമായ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയി. പക്ഷേ ഭാഗ്യവശാൽ അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ പുണ്യം കൊണ്ട് അല്ലെങ്കിൽ ഏതോ ജന്മത്തിൽ ചെയ്ത പുണ്യം കൊണ്ട് ആ സാധന നിർത്താൻ തോന്നിയില്ല. അതുകൊണ്ട് അങ്ങനെ നിർത്താതെ കഠിനമായ ഒരു വാശിയോടെ അല്ലെങ്കിൽ ആ വേദനകളിലേക്കും ദുഃഖാനുഭവങ്ങളിലേക്കും പീഡനങ്ങളിലേക്കും ശ്രദ്ധ തിരിക്കാതെ എൻ്റെ ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധ തിരിക്കാൻ ഏതോ ഒരു ഗുരുകാരുണ്യം എന്നെ അനുഗ്രഹിച്ചു. അപ്പോൾ അത് ഈ ഗുരുകാരുണ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇവിടെ എനിക്ക് ആദ്യത്തെ ഗുരുവായി വന്നത് ഈ ഉണ്ണികൃഷ്ണൻ സാർ തന്നെയാണ്. അതോടൊപ്പം തന്നെ എഡിസൺ വൈദ്യർ, അദ്ദേഹം ഗുരുവായി വന്നു. പിന്നീട് ഏറ്റവും അവസാനമാണ് ഞാൻ ബ്രഹ്മാനന്ദഗിരിയിലും നിർമ്മലാനന്ദഗിരി സ്വാമികളിലും ഒക്കെ എത്തിപ്പെടുന്നത്. അത് ഇതിൻ്റെ ഒരു ഹയർ ലെവൽ പരിശീലനം എന്ന നിലയ്ക്കാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളോട് പ്രത്യേകം പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. നമ്മൾ എപ്പോഴും ഒരു ഗുരുവിൻ്റെ കീഴിൽ അല്ലെങ്കിൽ മാനസികമായി ആ ഗുരുവിന് വശപ്പെട്ട് അടിമപ്പെട്ട് ശിഷ്യപ്പെട്ട് എന്നെല്ലാം പറയാം, ആ രീതിയിൽ തന്നെ ജീവിക്കണം. എന്നാൽ ഇന്നുള്ള പല ഗുരുക്കന്മാരും നമ്മളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നവരും ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ലോജിക്കൽ ബ്രെയിൻ ഉപേക്ഷിച്ചിട്ട് പഴയ ഈ മതവിശ്വാസികളെ പോലെ ആ ഒരു വ്യക്തി എന്ത് തോന്നിവാസം പറഞ്ഞാലും അത് ചെയ്യുക എന്നുള്ള രീതിയിൽ അങ്ങനെ എനിക്ക് സ്വർഗം കിട്ടൂ എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിലേക്ക് പോവാതെ എന്ത് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ ബുദ്ധിയും യുക്തിയും ഒക്കെ ഉപയോഗിച്ച് ഗണിത യുക്തി ഉപയോഗിച്ച് ചിന്തിച്ച് അത് ന്യായമാണ്, ശരിയാണ്, ഈ കാലഘട്ടത്തിന് യോജിക്കുന്നതാണ് എന്നെല്ലാം ബോധ്യപ്പെടുമ്പോൾ മാത്രമേ അത് സ്വീകരിക്കാവൂ. അതേപോലെ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസ്യനാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഈ പരിഹാസ്യത എല്ലാം മറ്റുള്ളവരുടെ നമുക്ക് അറം പറ്റുക എന്നെല്ലാം പറയുമല്ലോ, കണ്ണേറ് കൊള്ളുക, അറം പറ്റുക, കരുനാക്ക് കൊണ്ടു എന്നെല്ലാം പറയുന്ന അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കുമ്പോൾ നമ്മുടെ സാധനങ്ങൾ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ അറിയിക്കേണ്ട ആവശ്യം?
അതാണ് ഗൃഹസന്യാസത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഗൃഹസ്ഥനായി ജീവിക്കും, എന്നാൽ നമ്മൾ ചെയ്യേണ്ട എല്ലാ സാധനങ്ങളും അത് ചെയ്യും. അത് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇന്നിത് നിങ്ങളോട് പറയുന്നത് ഞാൻ ആ ഒരു പറയാനുള്ള നിർദ്ദേശം കിട്ടിയത് കൊണ്ടാണ്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. ആ ഒരു ലെവലിൽ എത്തുന്നത് വരെ നമ്മൾ ഈ സാധനങ്ങളൊന്നും ആരെയും അറിയിക്കേണ്ട കാര്യമില്ല. എനിക്ക് ആ ഒരു നിർദ്ദേശം വന്നതുകൊണ്ട് മാത്രം ഈ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള സമയമായി എന്ന് ബോധ്യമായത് കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ കഥകൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത്. നമ്മുടെ 100-400 എപ്പിസോഡിൽ ഇതുവരെ പറയാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതിലൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പുസ്തക രൂപത്തിൽ ബുദ്ധിയുള്ളവർക്ക് മാത്രം മനസ്സിലാവുന്നത്. ഒരു 4-5 തവണ വായിക്കണം എന്ന് ഓരോരുത്തരും പറയുന്നുണ്ട്, അപ്പോഴാണ് മനസ്സിലായത് എന്ന്. അപ്പോൾ ആ ഒരു രൂപത്തിലാണ് അതിനെ എഴുതിയിട്ടുള്ളത്. കാരണം കാര്യങ്ങൾ വളരെ വ്യക്തമായി സിമ്പിളായിട്ട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്ധവിശ്വാസമായിട്ടേ എല്ലാവരും ധരിക്കുകയുള്ളൂ. അതിൻ്റെ ഗണിതയുക്തി മനസ്സിലാവുകയില്ല, ഇതിൽ ശാസ്ത്രമുണ്ടെന്ന് മനസ്സിലാവില്ല. സാഖ്യശാസ്ത്രമാണ് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും അടിത്തറയായിട്ട്, അതായത് അതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് ലോകത്തെ സമീപിച്ചത് സാഖ്യശാസ്ത്രമാണ്. ആ സാഖ്യശാസ്ത്രം തന്നെയാണ് സനാതനധർമ്മത്തിൻ്റെ അടിത്തറ. അതിൽ ഉപാസനയിലൊക്കെ മറ്റ് വേദങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്, ബാക്കിയുള്ള സങ്കല്പങ്ങളും അങ്ങനെ പ്രതിഷ്ഠകളും ഒക്കെ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെ വളരെ വിശാലമായ ഒരു അറിവിൻ്റെ മേഖല നമ്മുടെ പിന്നിലുണ്ട്. അതാദ്യം ചിന്തിക്കുക. അതെല്ലാം പൊട്ടത്തരം എന്ന് ചിന്തിച്ച് അതിനെ തള്ളിക്കളഞ്ഞാൽ നമ്മൾ ഈ കയറ് പിടിക്കുന്നവൻ്റെ പിന്നാലെ പോകുന്ന ഒരു ആടായിട്ട് അല്ലെങ്കിൽ പശുവായിട്ട് മാത്രം ജീവിച്ച് മരിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ എൻ്റെ ഈ ഗുരുനാഥൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ സാർ, അദ്ദേഹം ഒരു തീർത്ഥയാത്രയ്ക്കിടയിലാണ് അദ്ദേഹം ആകസ്മികമായി മരിക്കുന്നത്. അതിനും മുമ്പായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ കാലം കിടപ്പിലായി. അങ്ങനെ ആ ഒരു ഭാര്യയെ നോക്കുന്ന തിരക്കിൽ തൻ്റെ സാധനങ്ങളും ചികിത്സകളൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നു. ആ സമയത്തൊക്കെ എന്നാൽ ആവുന്നതെല്ലാം സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ചിന്തിക്കുന്നു. പക്ഷേ ഇപ്പോൾ തോന്നുന്നുണ്ട് കൂടുതൽ സഹായിക്കാമായിരുന്നു എന്ന്. കാരണം വലിയ വിലപ്പെട്ട പാഠങ്ങൾ നൽകിയവർക്ക് നമ്മൾ ജീവിതത്തിൽ എന്ത് നൽകിയാലും മതിയാവില്ല. അത് ദക്ഷിണ ഒരിക്കലും എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്നതായിട്ടില്ല. അപ്പോൾ ആ ഒരു കടപ്പാട് ഇപ്പോഴും ബാക്കി വയ്ക്കുന്നു. അതുതന്നെയാണ് ഗുരുധർമ്മത്തിൻ്റെ ശ്രേഷ്ഠതയും. അപ്പോൾ കൊടുക്കുന്ന ആ ഗുരു ഇങ്ങോട്ട് തരുന്നതിൻ്റെ അത്രയും നമുക്കൊരിക്കലും അങ്ങോട്ട് തിരിച്ചു കൊടുക്കാനാവില്ല. അത് പണം കൊണ്ടായാലും പ്രണാമം കൊണ്ടായാലും എങ്ങനെയായാലും ഈ ഒരു വിധേയത്വം, ഈ ഒരു ശിഷ്യഭാവം നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ആത്മീയ സാധനയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇങ്ങനെ ഒരു വിനീത വിധേയനായിട്ട് പ്രകൃതിയെ സമീപിക്കുക, മറ്റ് ജീവജാലങ്ങളോടും അതേ വിധേയത്വം. നമ്മുടെ വീട്ടിൽ ഒരു പട്ടിയോ കാക്കയോ പൂച്ചയോ ഒക്കെ കയറി വന്നാൽ അതിനെ ആട്ടി ഓടിക്കാതെ അതിന് ഭക്ഷണം കൊടുത്ത് അതിനെ അതിഥിയെ പോലെ കരുതുക. അതിനെയാണ് ബലിയിടുക എന്ന് പറയുന്നത്, മറ്റൊന്നും അല്ല ബലിയിടൽ. അങ്ങനെ ബലിയിട്ട് അതിൻ്റെ മനസ്സും വയറും സംതൃപ്തമാക്കിയതിന് ശേഷം അതിനെ പറഞ്ഞയക്കുമ്പോൾ ആ ജീവിയും ഒരു പ്രാർത്ഥന, അതിന് ഭാഷ അറിയില്ല, പ്രാർത്ഥന അറിയില്ല, ഈശ്വരനെക്കുറിച്ച് ധാരണയൊന്നും ഉണ്ടാവണമെന്നില്ല. ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ അതിനോടടുത്ത ജീവികളും ആവാം വരുന്നത്. നായ്ക്കളുടെ കാര്യത്തിൽ എനിക്ക് മറ്റൊരു അത്ഭുത കഥ നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. ഞാൻ അടുത്ത എപ്പിസോഡിൽ അത് പറയാം. അത് മുമ്പും ഞാനൊരു വീഡിയോയിൽ അത് സൂചിപ്പിച്ചു പോയിട്ടുണ്ട്, പക്ഷെ ആരും അതത്ര വേണ്ടത്ര ഉൾക്കൊണ്ട് കാണില്ല. അപ്പോൾ നായകൾ വളരെ വിശിഷ്ട ജന്മങ്ങളാണ്. ഒരു നായയെയും ഉപദ്രവിക്കരുത്. മാത്രമല്ല, എവിടെ ഒരു നായയെ കണ്ടാലും ഒരു പട്ടിയെ കണ്ടാലും അതിനെ എന്തെങ്കിലും ഒരു ഭക്ഷണം വാങ്ങിക്കൊടുക്കാതെ പോവുകയും വരുത്. കാരണം നിങ്ങളുടെ അടുത്ത് വരേണ്ട ജീവികൾ മാത്രമാണ് നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത്. അത് മനുഷ്യനായാലും മൃഗമായാലും പക്ഷിയായാലും ബാക്ടീരിയ ആയാലും വൈറസ് ആയാലും ഏതായാലും ആ ജീവി നിങ്ങളിൽ വരേണ്ടതാണ്. അതിന് പ്രകൃതിക്ക് ഒരു നിശ്ചയമുണ്ട്, അതിന് നിങ്ങളായിട്ടുണ്ടാക്കിയ ഒരു പൂർവ്വ കാരണവുമുണ്ട്. അപ്പോൾ അത്തരം കാരണങ്ങളുടെ ഒരു അത്ഭുത കഥയാണ് ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. കാത്തിരിക്കുക. നമസ്തേ.